നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്താ സാറേ? ചന്ദ്രലേഖയില്ലേ? ഉണ്ടല്ലോ. എന്താ സാറേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതൊക്കെ ഞാൻ അവരോട് പറഞ്ഞോളാം. അവരെ വിളിക്ക്. ശരി സാറേ. ആരെ കൊന്നിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്? നിന്നെ അന്വേഷിച്ചേതാ പോലീസ് വന്നിട്ടുണ്ട്. ആ, എനിക്ക് ചില വിവരങ്ങൾ ചോദിച്ചറിയാനുണ്ട്. എവിടെ ഒന്ന് തനിച്ചിരിക്കാൻ പറ്റുന്നേ? മുകളിലേക്ക് പോവാം സാർ. നടക്ക്. ആ, നിങ്ങളിവിടെ എന്നാ മതി. മോഷണം ഉണ്ടല്ലേ നിനക്ക്? മോഷണോ? ഞാനൊരു അഡ്വക്കേറ്റ്. കുറച്ചുകൂടി മാന്യമായിട്ട് വേണം സംസാരിക്കാൻ. നീ എന്നെ മാന്യതൊന്നും പഠിപ്പിക്കാൻ നിൽക്കണ്ട. എനിക്കറിയാം ആ സ്വർണം നിന്റെ തന്നെയാണെന്ന്. എവിടെയാടി ആ സ്വർണം? എവിടെയാടി നീ അത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? സ്വർണ്ണോ? ഏത് സ്വർണം? മരിച്ചുപോയ ആ റൂബിയുടെ സ്വർണം. റൂബിയുടെ സ്വർണ്ണം കാണാനില്ലെന്ന് പറഞ്ഞ് അവരുടെ ബന്ധുക്കളുടെ കയ്യിൽ നിന്ന് എനിക്കൊരു പരാതി കിട്ടിയിട്ടുണ്ട്. നിന്നെയാണ് എല്ലാവർക്കും സംശയം. എനിക്കൊന്നും അറിയില്ല. ഞാൻ റൂബിയുടെ സ്വർണം എടുത്തിട്ടില്ല. ഉറപ്പാണോ? ഞാനെന്തിനാ സാർ നുണ പറയുന്നേ? എനിക്കറിയില്ല ആ സ്വർണം എവിടെ പോയെന്ന്. ഈ ആഭരണങ്ങൾ നിനക്ക് പരിചയമുണ്ടോ? ഇതാണ് റൂബിയുടെ ആഭരണങ്ങളെന്ന് ബന്ധുക്കൾ കണ്ട് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഇത് നീ മുമ്പ് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇത് സംശയിക്കണ്ട, നീ തന്നെയാണിത്. നിന്റെ കല്യാണ ഫോട്ടോയാണിത്. എന്ന് വെച്ചാ നിന്റെ കല്യാണത്തിന് നീ ഇട്ടത് റൂബിയുടെ ആഭരണങ്ങളാണെന്ന് വ്യക്തം. പിന്നെ നീ അത് തിരിച്ചു കൊടുത്തില്ല. അതിനെ ചൊല്ലി നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായി. റൂബിയെ ഇല്ലാതാക്കാൻ നീ തീരുമാനിച്ചു. വിഷം കൊടുത്ത് നീയാണ് റൂബിയെ കൊന്നതെന്ന് ഞാൻ പറഞ്ഞ നിനക്ക് നിഷേധിക്കാൻ പറ്റുമോ? ഒരിക്കലും അല്ല സർ. റൂബിയുടെ ആഭരണങ്ങൾ കല്യാണ സമയത്ത് അവൾ എനിക്ക് തന്നിരുന്നു എന്നുള്ളത് നേരാ. ഞാനത് അന്ന് തന്നെ റൂബിക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് അതേ ഡിസൈനിലുള്ള മുക്ക് പണ്ടങ്ങൾ ഇട്ടോണ്ട ഞാൻ ഈ വീട്ടിലേക്ക് വന്നു കയറിയത്. റൂബിയുടെ ആഭരണങ്ങൾ എവിടെ പോയെന്ന് എനിക്കറിയില്ല. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതവൾ അന്ന് തന്നെ ലോക്കറിൽ കൊണ്ടുവച്ചു. ഇല്ല, ഞങ്ങൾ ലോക്കർ പരിശോധിച്ചു. റൂബി അത് തിരിച്ചു വച്ചിട്ടില്ല. അവസാനമായി ലോക്കർ തുറക്കുമ്പോൾ ഒപ്പം നീ ഉണ്ട്. അതിനുശേഷം റൂബി ഒരിക്കലും ബാങ്കിലേക്ക് വന്നിട്ടില്ല. എന്ന് എനിക്കറിയില്ല. റൂബി എന്റെ ഏറ്റവും നല്ല സുഹൃത്തായിരുന്നു, സോൾമേറ്റ് ആയിരുന്നു. അവൾക്ക് മോശം വരുന്ന ഒന്നും ഞാൻ ചെയ്യില്ല. നിന്നെ ഞാനേ വിശ്വസിച്ചെന്ന് വിചാരിക്കണ്ട. അന്വേഷണം തുടരും. എവിടെയെങ്കിലും വെച്ച് നിന്നെ പൂട്ടാനുള്ള അവസരം കിട്ടും. അപ്പൊ ഇതിനുള്ള മറുപടി പറയാം. ഞങ്ങൾക്ക് നിന്നെയാണ് സംശയം.
ഇന്നല്ലെങ്കിൽ നാളെ നീ ഞങ്ങളുടെ പിടിയിലാവും. സ്വർണ്ണക്കള്ളി, അപ്പൊ അങ്ങനെയാണ് കഥ അല്ലേ? ഹോ, നീ ആ പാവം രൂപയുടെ സ്വർണം മുഴുവനും അടിച്ചു മാറ്റിയല്ലോടി. ഓ, അപ്പൊ ഒളിച്ചിരുന്നെല്ലാം കേൾക്കുകയായിരുന്നല്ലേ? മുഴുവനും കേട്ടു. ഞാനേ റഡാറ്. സത്യം പറ, ആ സ്വർണം നീ എന്താ ചെയ്തത്? ആ സ്വർണ്ണമല്ലേ ഞാൻ പ്രേമിച്ചിക്ക് തന്നത്? എന്നിട്ട് പ്രേമിച്ച് അതുകൊണ്ട് വിറ്റത് ഓർമ്മയില്ലേ? പിന്നെ കിട്ടിയ കാശുകൊണ്ട് പ്രേമിച്ച് എന്ത് ചെയ്തു? ബാങ്കിലിട്ടോ അതോ വേറെന്തെങ്കിലും ചെയ്തോ? തോന്നിയാസം പറഞ്ഞാലോ. പൊള്ളിയല്ലേ? ഇല്ലാത്തത് കേട്ടപ്പോ പെട്ടെന്ന് ദേഷ്യം വന്നില്ലേ? അതുപോലെ തന്നെ എനിക്കും. ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത് റൂബിയെ. സോൾമേറ്റ് എന്ന് ഞാൻ എസ്ഐയോട് പറഞ്ഞത് വെറുതെ അല്ല, അതാണ് സത്യം. ഞങ്ങൾ തമ്മിൽ പല ഇടപാടുകളും നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് വരെ അവൾ എന്നെയോ ഞാൻ അവളെയോ ചതിച്ചിട്ടില്ല. അതിന്റെ ആവശ്യം വന്നിട്ടില്ല. പിന്നെ അവളുടെ സ്വർണം എവിടെ പോയി? മാഞ്ഞു പോയോ? അതെനിക്കറിയില്ല. എന്റെ അറിവില് റൂബി ആ സ്വർണം വേറെ ഒന്നും ചെയ്തിട്ടില്ല. എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് ആ സ്വർണത്തിന്റെ കാര്യത്തില്. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയല്ലേ, നടക്കട്ടെ. അത് കഴിഞ്ഞാലേ എന്തെങ്കിലും കൃത്യമായിട്ട് പറയാൻ പറ്റൂ. പോലീസ് പറഞ്ഞ കഥ വിശ്വസിക്കാനാ എനിക്കിഷ്ടം. അവള് സ്വർണം തന്നു, നീ അത് തിരിച്ചു കൊടുത്തില്ല. അതിനെ ചൊല്ലി വഴക്കായി, നീ അവളെ കൊന്നു. നിങ്ങൾ എന്ത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എനിക്കൊന്നുമില്ല. അന്ന് ലോക്കറി കൊണ്ടുപോയി സ്വർണം വെക്കാൻ തീരുമാനിച്ചപ്പോ ഞാൻ എന്താ പറഞ്ഞേ? അത് മുഴുവൻ മുക്കുകൊണ്ടാണെന്നല്ലേ? അച്ഛന്റെ കടക്കാരെ എന്നെ ഇട്ട് ഓടിക്കാൻ തുടങ്ങിയിട്ട് നാള് കുറെ ആയി. റൂബിയുടെ സ്വർണ്ണം എന്റെ കയ്യിലുണ്ടെങ്കിൽ ഞാനത് വിറ്റ് എന്നെ കടം കൊടുത്ത് തീർത്തേനെ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വിശ്വസിക്കാം, അതെന്റെ വിഷയമല്ല. ഇക്കാര്യത്തിൽ 100% ഞാൻ നിരപരാധിയാ. അതേത് കോടതിയുടെ മുൻപിൽ തെളിയിക്കാനും എനിക്ക് പറ്റും. അതുകൊണ്ട് എന്നെ സംശയിക്കണ്ട, ഞാനല്ല കുറ്റക്കാരി.